Hi dears, welcome to Indo Learning. ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റ് അതായത് എ പീസ് ഓഫ് കേക്ക് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. വൗ എ കേക്ക്. വൗ എന്നാൽ ആശ്ചര്യത്തോടെ പറയുന്നതാണ്. വൗ എ കേക്ക്, ഒരു കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ്, കുട്ടികൾ ഡാൻസ്ഡ്, നൃത്തം ചെയ്തു. വിത്ത് ജോയ്, വിത്ത് കൊണ്ട്, ജോയ് സന്തോഷം, ഹാപ്പി സന്തോഷം കൊണ്ട് കുട്ടികൾ നൃത്തം ചെയ്തു. എന്താണ് കുട്ടികൾക്ക് സന്തോഷമുണ്ടാവാൻ കാരണം? യെസ്, പാർസലിൽ കിട്ടിയത് എന്തായിരുന്നു? എ കേക്ക്. വാട്ട് എ സ്വീറ്റ് സ്മെൽ. വാട്ട് എ ഒരു സ്വീറ്റ്. സ്വീറ്റ് എന്നാൽ മനോഹരമായ, സ്മെൽ മണം. എന്ത് മനോഹരമായ മണമാണ്. ലൂക്ക് ടച്ച്ഡ്. ടച്ച് എന്നാൽ തൊടുക എന്നാണ് അർത്ഥം. ലൂക്ക് ടച്ച്ഡ്, ലൂക്ക് തൊട്ടു. ദ കേക്ക്, ആ കേക്ക് തൊട്ടു. വിത്ത് കൊണ്ട്, ഹീസ് അവന്റെ ട്രങ്ക്, തുമ്പിക്കൈ, അവന്റെ തുമ്പിക്കൈ കൊണ്ട് ലൂക്ക് തൊട്ടു. ലുക്ക് അറ്റ്, ലുക്ക് അറ്റ് നോക്കൂ. ഇറ്റ്സ് അതിന്റെ കളർ, അതിന്റെ കളർ നോക്കൂ. ഡെല്ല സെഡ്, ഡെല്ല പറഞ്ഞു. ഡെല്ല എന്താണ് പറഞ്ഞത്? അതിന്റെ കളർ നോക്കൂ. there are എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഫ്ലവേഴ്സ് പൂക്കൾ. ഓൺ ഇറ്റ്, ഇറ്റ് എന്നാൽ അത്, കേക്ക്. ഓൺ ഇറ്റ് എന്നാൽ അതിന്റെ മുകളിൽ, കേക്കിന്റെ മുകളിൽ എന്താണുള്ളത്? ഫ്ലവേഴ്സ് പൂക്കളുണ്ട്. ബ്രൗൺ, ബ്രൗൺ എന്നാൽ ആരായിരുന്നു? എൽഡസ്റ്റ് സൺ. ഏഡഡ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ബ്രൗൺ എന്താണ് പറഞ്ഞത്? there are flowers on it, അതിന്റെ മുകളിൽ പൂക്കളുണ്ട്. മോം പ്ലീസ് കട്ട് ഇറ്റ്, പ്ലീസ് ദയവായി കട്ട് മുറിക്കൂ. ഇറ്റ് അത്, അത് എന്നാൽ കേക്ക്, കേക്ക് മുറിക്കൂ അമ്മ. ഐ വാണ്ട് കേക്ക് നൗ, ഐ വാണ്ട് എനിക്ക് വേണം. കേക്ക്, കേക്ക് നൗ ഇപ്പോൾ, ഇപ്പോൾ എനിക്ക് കേക്ക് വേണം. ദ ബേബി എലിഫന്റ് ക്രൈഡ്, ക്രൈഡ് എന്നാൽ പറഞ്ഞു. ദ ബേബി എലിഫന്റ് പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്ലീസ് കട്ട് ഇറ്റ്, ഐ വാണ്ട് കേക്ക് നൗ, ഇപ്പോൾ എനിക്ക് കേക്ക് വേണം, ദയവായി കട്ട് ചെയ്യൂ. ദ മദർ അമ്മ കെയിം വന്നു. നിയർ അടുത്ത്, അമ്മ കേക്കിന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഷീ അവൾ സ്മെൽഡ് മണത്തു. ദ കേക്ക്, അമ്മ കേക്കിന്റെ അടുത്ത് വന്നു, കേക്ക് മണത്തു. വാട്ട് വിൽ ഡു, വിൽ ഡു എന്നാൽ ചെയ്യും എന്നാണ് അർത്ഥം. വാട്ട് വിൽ ഡു എന്ത് ചെയ്യും? ദ മദർ അമ്മ, അമ്മ എന്താണ് ചെയ്യുക കൂട്ടുകാരെ? അമ്മ അത് മുഴുവനായിട്ടും തിന്നുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമോ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അത് ആണ്. യമ്മി, യമ്മി മീൻസ് ടേസ്റ്റി, ഡിലീഷ്യസ് സ്വാദിഷ്ടമായ, രുചികരമായ, രുചിയുള്ള. ഇറ്റ് ഈസ് യമ്മി അത് രുചിയുള്ളതാണ്. ബട്ട് എന്നാൽ, എന്നാൽ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിർത്തി അല്ലേ? അപ്പോൾ എല്ലാവരും, എവരിബഡി എല്ലാവരും, ലുക്ക് അറ്റ് നോക്കി, ദ മദർ അമ്മയെ. അപ്പോൾ എല്ലാവരും അമ്മയെ നോക്കി. എന്തിനാണ് നോക്കിയത്? അമ്മ ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കൂ. അപ്പോൾ അമ്മ പറയുന്നു, വി വിൽ നോട്ട് ഈറ്റ്. ഈറ്റ് എന്നാൽ തിന്നുക. വിൽ നോട്ട് ഈറ്റ് എന്നാൽ തിന്നില്ല. വി വിൽ നോട്ട് ഈറ്റ് നമ്മൾ തിന്നില്ല. ഇറ്റ് അത്, അത് നമ്മൾ ഇപ്പോൾ കഴിക്കില്ല. അമ്മ പറയാണ്. ലെറ്റ്സ് കീപ്പ്, കീപ്പ് എന്നാൽ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. ലെറ്റ്സ് കീപ്പ് നമുക്ക് സൂക്ഷിക്കാം, വെക്കാം. ഇറ്റ് അത്, ഫോർ വേണ്ടി, ആർക്ക് വേണ്ടി? ഗസ്, ഗസ്റ്റ് എന്നാൽ അതിഥി, ഗസ് എന്നാൽ അതിഥികൾ. നമുക്ക് അതിഥികൾക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വെക്കാം. ദ മദർ
സെഡ് അമ്മ പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഷീ അവൾ പുട്ട് വെച്ചു ദ കേക്ക് ആ കേക്ക് വെച്ചു ഇൻ ദ ഫ്രിഡ്ജ്. ഇൻ ദ ഫ്രിഡ്ജ് എന്നാൽ ഫ്രിഡ്ജിൽ. ഫ്രിഡ്ജിൽ അവൾ അത് വെച്ചു. അതായത് ആനക്കുട്ടികൾക്കൊന്നും കേക്ക് കൊടുക്കാതെ അമ്മ അതിഥികൾക്ക് വേണ്ടി ആ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ, വാട്ട് വിൽ ദി എലിഫന്റ് കിഡ്സ് ഡു നൗ? വാട്ട് എന്ത്, വിൽ ഡു ചെയ്യും, ദ എലിഫന്റ് കിഡ്സ് ആനക്കുട്ടികൾ നൗ ഇപ്പോൾ ആനക്കുട്ടികൾ എന്ത് ചെയ്യും? കാരണം അമ്മ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നോക്കൂ, ഓൾ വേർ തിങ്കിങ് അബൌട്ട് ദി സ്വീറ്റ് കേക്ക്. ഓൾ എല്ലാവരും, വേർ തിങ്കിങ്, തിങ്ക് എന്നാൽ ചിന്തിക്കുക, വേർ തിങ്കിങ് ചിന്തിക്കുകയായിരുന്നു, എബൌട്ട് കുറിച്ച്, എന്തിനെ കുറിച്ച്? ദ സ്വീറ്റ് മനോഹരമായ കേക്ക്, മനോഹരമായ കേക്കിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുകയായിരുന്നു. അത് തന്നെയായിരുന്നു അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദേ അവർ ടോക്ട് സംസാരിച്ചു, എബൌട്ട് കുറിച്ച്, ദ കേക്ക് ആ കേക്കിനെ കുറിച്ച് അവർ സംസാരിച്ചു. ദ ഹോൾ ഡേ, ദ ഹോൾ ഡേ എന്നാൽ അർത്ഥം എന്താണ്? ദിവസം മുഴുവനും. ആ ദിവസം മുഴുവനും അവർ ആ കേക്കിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. എന്തായിരുന്നു കൂട്ടുകാരെ അത്? അവർക്ക് ആ കേക്ക് എങ്ങനെയെങ്കിലും കഴിക്കാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിച്ചത്. അവർക്ക് ആ കേക്ക് വളരെ ഇഷ്ടമായിരുന്നു. വാട്ട് വിൽ ദേ ടോക്ക്? വാട്ട് വിൽ ടോക്ക് സംസാരിക്കും. ദേ അവരെന്ത് സംസാരിക്കും? എബൌട്ട് കുറിച്ച്, ദ കേക്ക് ആ കേക്കിനെ കുറിച്ച് അവരെന്തൊക്കെയാണ് സംസാരിക്കുക? നമുക്ക് നോക്കാം. ആഫ്റ്റർ ശേഷം, സപ്പർ, സപ്പർ എന്നാൽ രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ്. 3 പ്രധാന ഭക്ഷണമാണ് നമുക്കുള്ളത്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാലത്തെ ഭക്ഷണം, ലഞ്ച് ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം ഡിന്നർ എന്ന് പറയും. ഡിന്നർ എന്നും സപ്പർ എന്നും രാത്രി കഴിക്കുന്ന ഭക്ഷണത്തെയാണ് പറയുക. എന്നാൽ ഇവ തമ്മിൽ അല്പ വ്യത്യാസമുണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ആഫ്റ്റർ സപ്പർ രാത്രി ഭക്ഷണത്തിനു ശേഷം ഓൾ എല്ലാവരും വെന്റ് പോയി. എന്തിനു പോയി? ടു ബെഡ്, ബെഡിലേക്ക് പോയി, അതായത് ഉറങ്ങാൻ പോയി. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്? വെൻ എപ്പോൾ, വിൽ വിസിറ്റ്, വിസിറ്റ് എന്നാൽ സന്ദർശിക്കുക. വെൻ വിൽ വിസിറ്റ് എപ്പോൾ സന്ദർശിക്കും? ആര്? എ ഗസ്റ്റ്, ഒരു ഗസ്റ്റ്, ഒരു അതിഥി എപ്പോൾ സന്ദർശിക്കും? അസ് നമ്മളെ എപ്പോഴാണ് ഒരു അതിഥി സന്ദർശിക്കുക? അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴാണ് ഒരു അതിഥി വരിക? ദ ബേബി എലിഫന്റ് ആസ്ക്ഡ്, ബേബി എലിഫന്റ് ചോദിച്ചു. അപ്പോൾ ആരോ ചോദിക്കുന്നു, വൈ എന്തിനാണ്? വൈ ഡു യു വാണ്ട്? വാണ്ട് എന്നാൽ ആഗ്രഹിക്കുക. വൈ ഡു യു വാണ്ട് എന്തിനാണ് നീ ആഗ്രഹിക്കുന്നത്? എ ഗസ്റ്റ് ഒരു അതിഥി വരണമെന്ന് നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ബ്രൗൺ ആസ്ക്ഡ്, ബ്രൗൺ ചോദിച്ചു, ബ്രൗൺ എലിഫന്റ് ചോദിച്ചു. മോം വിൽ കട്ട് ദ കേക്ക് ദെൻ. മോം മമ്മി, അമ്മ, വിൽ കട്ട് ചെയ്യും, മുറിക്കും, ദ കേക്ക് ആ കേക്ക്, ദെൻ അപ്പോൾ അമ്മ ആ കേക്ക് മുറിക്കും. സെഡ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ദ ബേബി എലിഫന്റ്, കുട്ടിയാന. അതുകൊണ്ടാണ് കുട്ടിയാന എപ്പോഴാണ് ഒരു ഗസ്റ്റ്, ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വരിക എന്ന് ചോദിച്ചത്. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്. ആരാ പറയുന്നത്? ലൂക്ക് സെഡ്, ലൂക്ക് പറഞ്ഞു ഇറ്റ് ഈസ് അതാണ് എ സ്പോഞ്ച് കേക്ക്, ഒരു സ്പോഞ്ച് പോലുള്ള കേക്കാണ്. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ദ ഫ്ലവേഴ്സ് പൂക്കൾ, ഓൺ ഇറ്റ് അതിന്റെ മുകളിലുള്ള പൂക്കൾ, ആർ ആണ്, മെയ്ഡ് ഓഫ് ഉണ്ടാക്കിയത്, ഷുഗർ. മെയ്ഡ് ഓഫ് എന്നാൽ ഉണ്ടാക്കിയത്, ഷുഗർ, ഷുഗർ എന്നാൽ പഞ്ചസാര, പഞ്ചസാര കൊണ്ടാണ് അതിന്റെ മുകളിലുള്ള പൂക്കൾ ഉണ്ടാക്കിയത്. ഡെല്ല ലിക്വിഡ്, ലിക്വിഡ് എന്നാൽ നക്കി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നുണഞ്ഞു എന്നാണ് അർത്ഥം. ഹെയർ ലിപ്സ് അവളുടെ ലിപ്സ് ചുണ്ടുകൾ. ഡെല്ല അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു അഥവാ നക്കി. എന്തുകൊണ്ടാണ്?
ഇതെല്ലാം കേട്ടപ്പോൾ ദല്ലയുടെ നാവിൽ വെള്ളമൂറിയിട്ടുണ്ടാവും. എവരിവൺ എല്ലാവരും തോട്ട് ചിന്തിച്ചു, എബൌട്ട് കുറിച്ച് ദ കേക്ക് എല്ലാവരും ആ കേക്കിനെ കുറിച്ച് ചിന്തിച്ചു. ദേ അവർ കുഡിന്റ് എന്നാൽ കുഡ് കഴിഞ്ഞു, കുഡിന്റ് എന്നാൽ കുഡ് നോട്ട് കഴിഞ്ഞില്ല. സ്ലീപ്പ് ഉറങ്ങുക, അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? എല്ലാവരും അതിന്റെ ടേസ്റ്റ്, അതിന്റെ സ്വാദിനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ചോദ്യമുണ്ട്, വിൽ ദി മദർ ഗിവ് എന്നാൽ നൽകുക എന്നാണ് അർത്ഥം. വിൽ ദി മദർ ഗിവ് അമ്മ നൽകുമോ, ദം അവർക്ക്, ദ കേക്ക് ആ കേക്ക് അമ്മ അവർക്ക്, അതായത് ആനക്കുട്ടികൾക്ക് നൽകുമോ കൂട്ടുകാരെ? നമുക്ക് നോക്കാം. ദ മദർ എലിഫന്റ്, അമ്മ ആന, ടു എന്നാൽ കൂടി എന്നാണ് അർത്ഥം. വാസ് അമ്മ ആന ആയിരുന്നു. ഈഗർ എന്നാൽ ആകാംക്ഷയുള്ള. ദി മദർ എലിഫന്റ് ടു വാസ് ഈഗർ എന്നാൽ അമ്മ ആനയ്ക്ക് കൂടി ആകാംക്ഷയുണ്ടായിരുന്നു. എന്തിനാകാംക്ഷയുണ്ടായിരുന്നു? ടു ടേസ്റ്റ് എന്നാൽ രുചിക്കുക. ടു ടേസ്റ്റ് രുചിക്കാൻ, സ്വാദറിയാൻ. ദ കേക്ക് ആ കേക്കിന്റെ സ്വാദറിയാൻ വേണ്ടി അമ്മ ആനയ്ക്ക് കൂടി ആകാംക്ഷയുണ്ടായിരുന്നു. അറ്റ് മിഡ് നൈറ്റ് എന്നാൽ രാത്രി. അറ്റ് മിഡ് നൈറ്റ് എന്നാൽ അർദ്ധരാത്രിയിൽ. മിഡ് നൈറ്റ് എന്നാൽ അർദ്ധരാത്രി. അറ്റ് മിഡ് നൈറ്റ് അർദ്ധരാത്രിയിൽ ഷീ അവൾ, അമ്മ ആന, ഗോട്ട് അപ്പ് എഴുന്നേറ്റു. അർദ്ധരാത്രിയിൽ അമ്മ ആന എഴുന്നേറ്റു. ഓൾ എല്ലാവരും, ആർ സ്ലീപ്പ് എന്നാൽ ഉറങ്ങുക. ഓൾ ആർ സ്ലീപ്പിംഗ് എല്ലാവരും ഉറങ്ങുകയാണ്. ഷീ അവൾ തോട്ട് ചിന്തിച്ചു, അവൾ വിചാരിച്ചു എല്ലാവരും ഉറങ്ങുകയാണെന്ന്. എല്ലാവരും ഉറങ്ങുകയാണോ കൂട്ടുകാരെ? നമുക്ക് നോക്കാം. ഷീ അവൾ വോക്ട് നടന്നു, വെരി വളരെ, ക്വയറ്റ്ലി എന്നാൽ കാംലി ശാന്തമായി. അവൾ വളരെ ശാന്തമായി നടന്നു, ഒച്ചയൊന്നും ഉണ്ടാക്കാതെ. എവിടത്തേക്ക്? ടു ദ കിച്ചൺ അടുക്കളയിലേക്ക്. അവൾ സാവധാനം അടുക്കളയിലേക്ക് നടന്നു. സ്ലോലി സാവധാനം. ഷീ അവൾ ഓപ്പൺഡ് തുറന്നു. എന്താണ് തുറന്നത്? ദ ഫ്രിഡ്ജ്. അവൾ സാവധാനം ഫ്രിഡ്ജ് തുറന്നു. എന്നിട്ടോ ആൻഡ് ടുക്ക് ഔട്ട്, ടുക്ക് എടുത്തു, ഔട്ട് പുറത്ത്. ടുക്ക് ഔട്ട് എന്നാൽ പുറത്തേക്ക് എടുത്തു. ദ പാക്കറ്റ് ആ പാക്കറ്റ്, അതായത് കേക്കിന്റെ പാക്കറ്റ് അവൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ടോ വൗ എന്നാൽ ആശ്ചര്യത്തോടെ, വൗ വാട്ട് എ സ്വീറ്റ് സ്മെൽ. സ്വീറ്റ് എന്നാൽ മനോഹരമായ, സ്മെൽ മണം. വാട്ട് എ സ്വീറ്റ് സ്മെൽ എന്നാൽ എന്ത് മനോഹരമായ മണമാണ്. ഷീ അവൾ ക്ലോസ്ഡ് അടച്ചു, ഹെയർ ഐസ് അവളുടെ കണ്ണുകൾ അടച്ചു. എന്തിനാ കണ്ണുകൾ അടച്ച്? ആൻഡ് എന്നിട്ട് എൻജോയ്ഡ് ആസ്വദിച്ചു. എന്താണ് ആസ്വദിച്ചത്? ദ സ്വീറ്റ് സ്മെൽ മനോഹരമായ മണം. ഓഫ് ദി കേക്കിന്റെ മനോഹരമായ മണം അവൾ കണ്ണടച്ച് ആസ്വദിച്ചു. ഹെയർ അവളുടെ മൗത്ത് വായ, വാട്ടേഡ് എന്നാൽ അർത്ഥം എന്താണ്? വെള്ളമൂറി. അവളുടെ വായയിൽ വെള്ളമൂറി. നോക്കൂ, വിൽ എനിബഡി സീ എന്നാൽ കാണുക. വിൽ സീ കാണുമോ? എനിബഡി ആരെങ്കിലും, ഹെർ അവളെ ആരെങ്കിലും കാണുമോ? കാരണം അവൾ ശബ്ദമുണ്ടാക്കാതെ രഹസ്യമായിട്ടാണ് വന്നത്. വിൽ ഷീ ഈറ്റ് എന്നാൽ തിന്നുക. വിൽ ഈറ്റ് തിന്നുമോ? ഷീ അവൾ തിന്നുമോ? ദ ഹോൾ മുഴുവനായും കേക്ക് അവൾ മുഴുവനായും ആ കേക്ക് തിന്നുമോ? നമുക്ക് നോക്കാം. ദ മദർ അമ്മ ഓപ്പൺഡ് തുറന്നു. ദ പാക്കറ്റ് ആ പാക്കറ്റ് തുറന്നു. അലാസ് നോക്കൂ, അവൾക്കെന്തോ ദുഃഖമുണ്ടായി. അലാസ് അയ്യോ എന്ന്. ദർ വാസ് ഉണ്ടായിരുന്നു, ഓൺലി മാത്രം,
വൺ പീസ്, ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലെഫ്റ്റ് എന്നാൽ അവശേഷിച്ച്, ഒരു പീസ് മാത്രമേ അവശേഷിച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വേർ എവിടെ, ആർ ആണ്, ദ അതർ മറ്റുള്ള, പീസസ് കഷ്ണങ്ങൾ, മറ്റുള്ള കഷ്ണങ്ങൾ എവിടെയാണ്, ഹൂ ആര്, എയ്റ്റ് ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഈറ്റ് തിന്നുക എയ്റ്റ് തിന്നു, ഹൂ എയ്റ്റ് ആര് തിന്നു, ദം അവ, ആ പീസുകളൊക്കെ ആര് തിന്നു. എനിവേ എന്തായാലും ഐ വിൽ ഈറ്റ്, വിൽ ഈറ്റ് എന്നാൽ തിന്നും, ഐ വിൽ ഈറ്റ് ഞാൻ തിന്നും, ദിസ് ഇത്, ഈ പീസ് ഞാൻ തിന്നും. ഷീ അവൾ, ടുക്ക് എടുത്തു, ദ ലാസ്റ്റ് അവസാനത്തെ പീസ് കഷ്ണം, അവസാനത്തെ കഷ്ണം അവൾ എടുത്തു, ഫ്രം ഇൽ നിന്ന്, ദ പാക്കറ്റ്, ആ പാക്കറ്റിൽ നിന്നും ബാക്കിയുള്ള അവസാനത്തെ കഷ്ണം അവൾ എടുത്തു. അപ്പോഴാണ് ഒരു ശബ്ദം ഗോട്ട് യു, ഗോട്ട് യു എന്നാൽ, ഗോട്ട് എന്നാൽ ഇവിടെ കോട്ട് എന്നർത്ഥം, പിടിച്ചു, ഗോട്ട് യു നിന്നെ പിടിച്ചു. സഡൻലി പെട്ടെന്ന്, ഷീ ഹേർഡ് അവൾ കേട്ടു, എ വോയിസ് ഒരു ശബ്ദം, പെട്ടെന്ന് അവൾ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം കേട്ടത്? ഗോട്ട് യു നിന്നെ പിടിച്ചു. ആരായിരിക്കും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? നോക്കൂ, ഗോട്ട് യു നിന്നെ പിടിച്ചു. സഡൻലി പെട്ടെന്ന്, ദ മദർ എലിഫന്റ് അമ്മ ആന, ഹേർഡ് കേട്ടു, എ വോയിസ് ഒരു ശബ്ദം. അല്ലെ, പെട്ടെന്ന് അമ്മ ആന നിന്നെ പിടിച്ചു എന്ന ഒരു ശബ്ദം കേട്ടു. ഹൂ ആര്, സെഡ് പറഞ്ഞു, ദാറ്റ് അത്, ആരാണത് പറഞ്ഞത്? ദ മദർ എലിഫന്റ് അമ്മ ആന, ടേൺഡ് തിരിഞ്ഞു. എന്തിനാണ് തിരിഞ്ഞത്? ദ ലൈറ്റ് ഓൺ, ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി തിരിഞ്ഞു. അല്ലേ, എന്തിനാണ് ലൈറ്റ് ഓൺ ചെയ്യുന്നത്? ആരാണ് പറഞ്ഞത് എന്ന് അറിയാൻ വേണ്ടി. ദ ഫാദർ ആൻഡ് ദ കിഡ്സ്, അച്ഛനും ദ കിഡ്സ് കുട്ടികളും, വേർ ആയിരുന്നു, അണ്ടർ ചുവട്ടിലടിയിൽ, ദ ടേബിൾ, ടേബിൾ ടേബിളിന്റെ അടിയിൽ ആയിരുന്നു അച്ഛനും കുട്ടികളും. അതായത് ടേബിളിന്റെ അടിയിൽ അച്ഛനും കുട്ടികളും ഉണ്ടായിരുന്നു. ദേ അവർ, വേർ ആയിരുന്നു, ഓൾ എല്ലാവരും, അവരെല്ലാവരും, ഈറ്റിംഗ്, വേർ ഈറ്റിംഗ് എന്നാൽ തിന്നുകയായിരുന്നു, ദേ വേർ ഓൾ ഈറ്റിംഗ് അവരെല്ലാം തിന്നുകയായിരുന്നു, ദ കേക്ക്, കേക്ക് അവരെല്ലാം ഓരോ പീസ് കേക്ക് എടുത്തിട്ട് ടേബിളിനടിയിലിരുന്ന് തിന്നുകയായിരുന്നു. യു ഓൾ ഹിയർ, യു നിങ്ങൾ, ഓൾ എല്ലാവരും, ഹിയർ ഇവിടെ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? ഐ ഇവിടെ ഒരു കുത്തിട്ട് കണ്ടോ, ഡോട്ട്സ് കണ്ടോ, 2-3 ഡോട്ട്സ്. ഐ ഞാൻ, അതായത് അവൾക്ക് പറയാൻ കഴിയുന്നില്ല. ഐ ഞാൻ, ഐ കെയിം ഞാൻ വന്നു, ടു ക്യാച്ച്, ക്യാച്ച് എന്നാൽ പിടിക്കുക, ടു ക്യാച്ച് പിടിക്കാൻ, ഐ കെയിം ഞാൻ വന്നു, ടു ക്യാച്ച് പിടിക്കാൻ. ദ തീവ്സ്, തീഫ് എന്നാൽ കള്ളൻ, തീവ്സ് എന്നാൽ കള്ളന്മാർ, ഞാൻ കള്ളന്മാരെ പിടിക്കാനാണ് വന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ കൂട്ടുകാരെ? നോക്കൂ, ദ മദർ അമ്മ, സെഡ് പറഞ്ഞു, വിത്ത് എ ഷൈ സ്മൈൽ, ഷൈ സ്മൈൽ എന്നാൽ അർത്ഥം എന്താണ്? ലജ്ജയോടുകൂടിയുള്ള പുഞ്ചിരി, നാണത്തോടുള്ള പുഞ്ചിരി. അല്ലെ, നാണത്തോടു കൂടിയ പുഞ്ചിരിയോടെ അമ്മ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ കള്ളന്മാരെ പിടിക്കാനാണ് വന്നത്. ബട്ട് എന്നാൽ, വി ഞങ്ങൾ, കോട്ട് പിടിച്ചു, ദ തീഫ് കള്ളനെ, എന്നാൽ ഞങ്ങൾ കള്ളനെ പിടിച്ചു. ഡെല്ല, ഡെല്ല ലാഫ്ഡ് പൊട്ടിച്ചിരിച്ചു, എലൗഡ് ഉച്ചത്തിൽ, അവൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു. അല്ലേ, എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞു എന്താണ്? ഞാൻ കള്ളനെ പിടിക്കാൻ വന്നതാണെന്ന്. യഥാർത്ഥത്തിൽ കള്ളൻ ആരാണ്? അമ്മയാണ്. അപ്പോൾ ഡെല്ല പറയാണ് എന്താണ്? എന്നാൽ ഞങ്ങൾ കള്ളനെ പിടിച്ചു. വാട്ട് എന്ത്, വിൽ ഡു, ഡു എന്നാൽ ചെയ്യുക, വാട്ട് വിൽ ഡു എന്ത് ചെയ്യും, ദ മദർ അമ്മ, നൗ ഇപ്പോൾ, അമ്മ ഇപ്പോൾ എന്താണ് ചെയ്യുക? അമ്മയെ കയ്യോടെ മക്കളും അച്ഛനും പിടിച്ചു കഴിഞ്ഞു. മദർ എയ്റ്റ്, ഈറ്റ് തിന്നുക, എയ്റ്റ് തിന്നു, മദർ എയ്റ്റ് അമ്മ തിന്നു,
ദ ലാസ്റ്റ് പീസ്, ലാസ്റ്റ് അവസാനത്തെ പീസ് കഷ്ണം. അമ്മ അവസാനത്തെ കഷ്ണം തിന്നു. ഓഫിന്റെ, എന്തിന്റെ? ഓഫ് ദി കേക്ക്, കേക്കിന്റെ അവസാനത്തെ കഷ്ണം അമ്മ തിന്നു. വിത്ത് എ സ്മൈൽ, സ്മൈൽ എന്നാൽ പുഞ്ചിരി. വിത്ത് എ സ്മൈൽ എന്നാൽ വിത്ത് കൂടി എന്നർത്ഥം. വിത്ത് എ സ്മൈൽ എന്നാൽ പുഞ്ചിരിയോടുകൂടി അമ്മ കേക്കിന്റെ അവസാനത്തെ കഷ്ണം തിന്നു. മോം, അമ്മ, ഡോണ്ട് യു വാണ്ട്, അല്ലേ? വാണ്ട് ആഗ്രഹിക്കുക. ഡോണ്ട് യു വാണ്ട്, നീ ആഗ്രഹിക്കുന്നില്ലേ? ടു ബി, ആകാൻ, തിൻ മെലിഞ്ഞത്, നീ മെലിഞ്ഞതാകാൻ ആഗ്രഹിക്കുന്നില്ലേ? അതായത് നീ കേക്കെല്ലാം തിന്ന് തടിച്ചു പോവില്ലേ? ആസ്ക്ഡ്, ചോദിച്ചു. ആരാ ചോദിച്ചത്? ദ ബേബി എലിഫന്റ്, കുട്ടിയാന ചോദിച്ചു. മദർ എലിഫന്റ് ഇവർക്കൊന്നും കേക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? തടിച്ചു പോകുന്നത് കൊണ്ടാണ്. ഇവിടെ പരിഹസിച്ചുകൊണ്ട് കുട്ടിയാന അമ്മയോട് ചോദിക്കുകയാണ്, ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ, നിങ്ങൾ മെലിഞ്ഞതാകാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ അമ്മ എന്താ പറയുന്നത്? യെസ്, ഉണ്ട്. ഓഫ് കോഴ്സ്, തീർച്ചയായും ഉണ്ട്. വി വിൽ ഈറ്റ്, ഈറ്റ് എന്നാൽ തിന്നുക. വി വിൽ ഈറ്റ് എന്നാൽ നമ്മൾ തിന്നും. കേക്ക്സ്, കേക്കുകൾ. ടുഡേ, ഇന്ന്, ഇന്ന് നമ്മൾ കേക്ക്സ് തിന്നും. ആൻഡ് ടുമോറോ, നാളെ. വി വിൽ വർക്ക്ഔട്ട്, വർക്ക്ഔട്ട് എന്നാൽ വ്യായാമം ചെയ്യും എന്നാണ്. വി വിൽ വർക്ക്ഔട്ട്, നമ്മൾ വ്യായാമം ചെയ്യും. ഈവൻ ഹാർഡർ, ഈവൻ ഹാർഡർ എന്നാൽ കൂടുതൽ കഠിനമായി. ഇന്ന് നമ്മൾ കേക്ക് തിന്നും, നാളെ നമ്മൾ കൂടുതൽ കഠിനമായി എക്സസൈസ് അഥവാ വ്യായാമങ്ങൾ ചെയ്യും. ദ മദർ സെഡ്, അമ്മ ആന പറഞ്ഞു. ബേബി എലിഫന്റ്, കുട്ടി ആന എന്താണ് പറയുന്നത് നോക്കൂ. കേക്ക് ഈസ് ആണ്, കേക്കാണ്. ദ സീക്രട്ട്, സീക്രട്ട് എന്നാൽ രഹസ്യം. ഓഫ് മൈ എനർജി, എനർജി എന്നാൽ ഇവിടെ ശക്തി എന്നാണ് അർത്ഥം. ഓഫ് മൈ എനർജി എന്നാൽ എന്റെ ശക്തിയുടെ, എന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? കേക്കാണ്. എന്റെ ശക്തിയുടെ രഹസ്യം കേക്കാണ്. സെഡ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ദ ബേബി എലിഫന്റ്. എവരി വൺ, അല്ലേ? എല്ലാവരും ലാഫ്ഡ്, പൊട്ടിച്ചിരിച്ചു. ആൻഡ് എന്നിട്ട് വെന്റ് പോയി, ടു ബെഡ്, കിടക്കയിലേക്ക് പോയി, ഉറങ്ങാൻ പോയി, അല്ലേ? അപ്പോൾ കുട്ടിയാന എന്റെ ശക്തിയുടെ രഹസ്യം കേക്കാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ച് അതിനുശേഷം അവർ ഉറങ്ങാൻ പോയി. നോക്കൂ, മദർ എലിഫന്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അച്ഛനാനയും മക്കളും കേക്ക് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ഒരു കഷ്ണം കേക്ക് അവർ അമ്മയ്ക്ക് വേണ്ടി അവിടെ ബാക്കി വെച്ചിരുന്നു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എറേഞ്ച്, ക്രമീകരിക്കുക. ദ ഇവന്റ്സ്, സംഭവങ്ങൾ. ഓഫ് ദ സ്റ്റോറി, കഥയിലെ. ഇൻ പ്രോപ്പർ ഓർഡർ, ശരിയായ ക്രമത്തിൽ. കഥയിലെ സംഭവങ്ങൾ ശരിയായ ഓർഡറിൽ ക്രമീകരിക്കുക. ഓക്കെ ഡിയേഴ്സ്, ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള സംഭവങ്ങൾ കഥയിലെ ക്രമത്തിലല്ല. കൂട്ടുകാർ ഇത് വായിച്ച് താഴെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് കഥയിലേതുപോലെ ക്രമത്തിൽ എഴുതുമല്ലോ. ആദ്യത്തെ ഒന്ന് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. നോക്കൂ, ഗ്രാൻഡ്മ സെൻഡ് എ കേക്ക് ടു ദി എലിഫന്റ് ഫാമിലി. കൂട്ടുകാർ ആൻസർ എഴുതിയതിനു ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ നോക്കുമല്ലോ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.